പുരാതന വസ്തുക്കളെയും പഴഞ്ഞ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാട്ടോ. കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കേവ് ആണ്. ഇവിടെ ഈ കാണുന്ന മാതിരിയുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു ഒറ്റ പാറയാണ് കേട്ടോ ഇത്. ആ ഒരു പാറേനെ തുറന്ന് വീടുകൾ പോലത്തെ സെറ്റപ്പുകൾ, പിന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയുള്ള കിണറുകൾ പോലെ, പിന്നെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ശില്പങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് പൂജാരിയും പൂജകളൊന്നും നടക്കാത്ത ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തില്ലായിരുന്നു. അവിടെ വന്നൊരു ചെക്കൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്ന്. അവിടെ ഒരു പീഠമുണ്ട്, അതിലൊന്ന് ചുറ്റി വന്നാൽ പുണ്യം കിട്ടുന്നതാണ് പറയപ്പെടുന്നത്. പണ്ട് തൊട്ടേയുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് ഇപ്പോഴും പുണ്യം തേടി വരുന്നവരുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടൊക്കെ മാറിയാലും അവസാനം സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടണും കൂടി ഒന്ന് പരിഹരിച്ചേക്കണേ. ഇവിടെ ഒന്നാം നില മാത്രമല്ല കേട്ടോ, രണ്ടാം നിലയുണ്ട്. ഈ കയറുന്ന സ്റ്റെപ്പ് കയറിപ്പോയാൽ രണ്ടാം നിലയാണ്. ഇത് നാസിക് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നോർമലി ഇവിടെ 20 രൂപയാണ് ചാർജ് മേടിക്കാറ്. നിങ്ങളൊരു വിദേശിയാന്ന് അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് മുള്ളിൽ കയറാനുള്ള അവസരം ഉണ്ട്. ഇവിടെ വേലിയിട്ട് മറച്ചേക്കുന്ന ഇത്രയും ദൂരം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് പേര് ഈ വേലി ചാടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനും ഒന്ന് വേലി ചാടി നോക്കി. അപ്പുറം എത്തിയപ്പോൾ ഒരു ചെറുക്കനോട് ചോദിച്ചു ഇവിടെ എന്താ ഉള്ളതെന്ന്. മേലെ ഒരു തേങ്ങയില്ല. മേലെ പോയാൽ നേരെ തലയ്ക്ക് നല്ല ചൂട് കിട്ടുന്ന മാതിരി ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് കരിഞ്ഞ കുന്നത്തിന്റെ മേലെ നിന്ന് ഈ നാസിക് സിറ്റിയൊക്കെ ഒന്ന് കാണാന്ന്. ഏതായാലും ആ റിസ്കിന് ഞാൻ നിന്നില്ല. പിന്നെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇവിടെ രാവിലെ കയറാറുള്ള കേട്ടോ. ഈ വഴിയാണ് അവർ കയറല്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ രാവിലെ ഈ വഴി കയറി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതൊക്കെ ഒന്ന് കാണാം. പിന്നെ എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ് കേട്ടോ. ഇവിടെ പക്ഷികൾക്ക് വെള്ളം വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയ കൂരകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാറേന്റെ പുറത്തേക്ക് കിടന്ന് നടക്കുന്ന മാതിരിയും, പിന്നെ ഈ കാണുന്ന തൂണിനെയൊക്കെ കെട്ടിപ്പിടിച്ച മാതിരിയും, പിന്നെ അതിനെ ചാരി നിന്നിട്ടുള്ള ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഈ തവണ പോയത് സോളോ റൈഡ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് തരാൻ ആളില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും എല്ലാ കമ്പിയിൽ ഇങ്ങനെ ഒന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. തൂണിനെ കെട്ടിപ്പിടിച്ച് നിന്നുള്ള ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ഫോൺ വെക്കാൻ പാകത്തിനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 19 പടി കയറിയാണ് നമ്മളിവിടെ എത്തുന്നത്. അതിന് ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ 20 രൂപ ടിക്കറ്റിൽ ഇതൊക്കെ ലാഭമാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.